സോ ഡോക്ടർ, തൈറോയിഡിനുള്ള ട്രീറ്റ്മെൻറ്റ് IR എങ്ങനെയാണ്? തൈറോയിഡ് മുഴ അല്ലെങ്കിൽ തൈറോയിഡ് വലിപ്പം കൂടുന്നതിനാണ് സാധാരണ ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരിക. അപ്പം ഹോർമോൺ ചേഞ്ചസ് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ട് ഗുളികകൾ കഴിക്കേണ്ടി വരും. ഒന്നെങ്കിൽ തൈറോക്സിൻ, തൈറോയിഡിൻ്റെ അളവ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ളത്. അപ്പം നമുക്ക് ചെറിയ മുഴകളൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അബ്ലേഷൻ, അൾട്രാസൗണ്ട് വെച്ച് നോക്കിയിട്ട് ഒരു പിൻഹോൾ വഴി അബ്ലേഷൻ ചെയ്ത് കരിയിച്ച് കളയും. വേറൊരു ട്രീറ്റ്മെൻ്റ് ഉള്ളത് കുറച്ചും കൂടി വലിയതാണെങ്കിൽ ഈ തൈറോയ്ഡ് മുഴകളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതൊരു മെഡിസിനൽ പാർട്ടിക്കിൾസ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ കാലക്രമേണ ഇത് പതിയെ ചുരുങ്ങിപ്പോവും. ഹോർമോൺ കൂടുതലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതും കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ എടുത്തു കളയുന്നില്ല. അപ്പോൾ തൈറോയ്ഡ് അവിടെ ഹോർമോൺസ് സാധാരണഗതിയിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ തൈറോയ്ഡ് ഗുളികകൾ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സ്കാറൊന്നും ഉണ്ടാവില്ല. കഴുത്തിൽ, നെക്കിൽ ഇങ്ങനെ ഒരു സ്കാർ വരുന്നത് ആർക്കും, എല്ലാവരും നമ്മളെ കാണുമ്പോഴേ അത് നോട്ടീസ് ചെയ്യും. ആ ഒരു ബുദ്ധിമുട്ടും ഒഴിവാകും. അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടോ ഇന്റർവെൻഷൻ റേഡിയോളജിയിൽ കൂടെ തൈറോയിഡ്? ഒരുപാട് പേരുണ്ട്, വന്നിട്ടുണ്ട്.